കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ പെരുമ്പടവൻ ശ്രീധരൻ സാറെ, അക്കാദമിയുടെ സെക്രട്ടറി ബഹുമാനായ ശ്രീ ആർ ഗോപാലകൃഷ്ണൻ സാറെ, എൻ്റെ സുഹൃത്തും എനിക്ക് ഏറ്റവും അഭിമാനവും മനസ്സിലുള്ള ഡോക്ടർ പിടിയാർ സാറെ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആരെക്കുറിച്ചാണ് ഇവിടെ പ്രസംഗിക്കേണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് വലിയ കൺഫ്യൂഷനുണ്ട്. പെരുമ്പടവൻ സാറിനെ കുറിച്ചാണോ, ഗോപാലകൃഷ്ണൻ സാറിനെ കുറിച്ചാണോ, പിടിയാർ സാറിനെ കുറിച്ചാണോ? അതെല്ലാം അവരിൽ നിന്ന് തന്നെ നമ്മളൊരു പുതിയ കാൽവെപ്പിൻ്റെ, പുതിയ ഒരു നേതൃത്വത്തിൻ്റെ വഴികൾ നമ്മൾ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും പറഞ്ഞതുപോലെ പെരുമ്പടവൻ സാറും പിടിയാർ സാറും നമ്മളുടെ രൂപതയോട് മുട്ടി ഉരുമ്മി നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ സാറും തൊടുപുഴക്കാരനാണ്. പാലക്കാരൻ എന്ന നിലയിൽ കട്ടക്കയത്തിൽ ശ്രീയാൻ മാപ്പിളയുടെ ഈ സാഹിത്യ സംഭാവനകളെല്ലാം ഇതുപോലെ കൂട്ടിച്ചേർത്ത് ഇവിടെ കൈപ്പറ്റുവാനായിട്ട് സാധിച്ചു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ കൃതികൾ നമ്മൾ വാങ്ങിക്കുകയും അത് വായിച്ചുകൊണ്ട് നമ്മളുടേതാക്കി തീർക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുകയുള്ളൂ. നമ്മൾ വേദപുസ്തകമാണെങ്കിലും അടച്ച് മുറിയിൽ വെച്ചാൽ ഒന്നും കിട്ടുകയില്ല. ദൈവവചനം വളരുന്നത് നമ്മളത് വായിക്കുമ്പോഴാണ്. നമ്മൾ വായിക്കുകയും നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവവചനം പോലും വളരുന്നതെങ്കിൽ മനുഷ്യന്റെ വചനങ്ങളാകുന്ന കൃതികൾ നമ്മൾ എത്രയധികമായിട്ട് നമ്മളുടെ പ്രയത്നത്തിലൂടെ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഈ നാളുകളിൽ സുകുമാർ അഴീക്കോടിൻ്റെ കാളിദാസ് കൃതികളുടെ സമ്പൂർണ്ണ സമാഹാരവും ബെനീഞ്ഞ കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരം ബഹുമാനപ്പെട്ട പിടിയാർ സാറും വഴി നമുക്ക് കിട്ടിയത് ബാഹ്യമായിട്ടും ഈടുറ്റതാണ്, ആന്തര സ്വഭാവത്തിലും അതെ. വളരെ വലിയ ഒരു മുന്നേറ്റം സാഹിത്യരംഗത്ത് ഭാരതീയ സംസ്കാരത്തോട്, ഹൈന്ദവ സംസ്കാരത്തോട്, ക്രിസ്തീയ മൂല്യങ്ങളോട് ഒക്കെ നമുക്ക് വെച്ച് പുലർത്തുവാനായിട്ട് അത്തരത്തിലുള്ള സമാഹാരങ്ങൾ, പ്രത്യേകിച്ച് അഴീക്കോട് സാറിൻ്റെയും പിടിയാർ സാറിൻ്റെയും ആ വലിയ സംഭാവന ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് നമ്മളുടെ കേരള സാഹിത്യ അക്കാദമി ഒരു പുതിയ ഫിലോസഫി തന്നെ അവരിതിലൂടെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അക്കാദമി എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ നമ്മളിന്ന് പ്രത്യേകമായിട്ട് സ്മരിക്കുന്ന പ്രിയങ്കരനായ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള 1859 നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ജനിച്ച് പഠിച്ച് ഇവിടെയുള്ള സ്കൂളിൽ പഠിപ്പിച്ച് നമ്മളുടെ തൊട്ടടുത്തുള്ള സംസ്കൃത മഠത്തിൽ, പ്രത്യേകിച്ച് കുമ്പാനി ഇവിടെ തൊട്ടടുത്താണല്ലോ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കർത്താക്കളുടെ കൂട്ടത്തിൽ സംസ്കൃതം നല്ലതുപോലെ പഠിച്ച ഒരു വ്യക്തിയാണ്. എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്, പെരുമ്പടവൻ സാറും പിടിയാർ സാറും ഒക്കെ ഇവിടെ പറഞ്ഞു, അദ്ദേഹം സംസ്കൃത ക്ലിഷ്ട പദങ്ങളൊന്നും രചനകളിൽ കൊണ്ടുവന്നില്ല. അത് ശരിയാണ്. ഞാനും കട്ടക്കയത്തിൽ ശ്രീയാൻ മാപ്പിളയുടെ കുറച്ചൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുകയും പിന്നീട് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് സംസ്കൃതം ഒരു ഭാഷ എന്നതിനേക്കാൾ ഹൃദയത്തിൻ്റെ ഒരാഭിമുഖ്യം കൂടിയാണ്. സംസ്കൃതം നമുക്ക് ഒരു ഭക്തിയും ഒരു ലാളിത്യവും ഒരു സൗന്ദര്യവുമൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ചെറിയാൻ മാപ്പിളയെ ഈ സംസ്കൃതം പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ 1859 1900 പിറകിലുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് അല്പം സംഘർഷഭരിതമായ ഒരു കാലഘട്ടം കൂടിയാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവരായ സാഹിത്യകാരന്മാർക്ക് ശരിക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കാതെ പോയത്? ഇന്നും
നമുക്കൊരു പ്രത്യേകതയുണ്ട്. സാഹിത്യം കേൾക്കുകയും സാഹിത്യം വായിക്കുകയും ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകുന്ന ഒരു പ്രവണത എപ്പോഴുമുണ്ട്. അത് ഏത് വായനയിലും ഏത് മീറ്റിങ്ങിലും ഏത് സദസ്സിലും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സ്വാഭാവിക കാര്യങ്ങൾക്ക് പുറമേ തന്നെ അന്നൊരു ചിന്ത ഇന്നും കുറെയെല്ലാം ഉണ്ട്. പക്ഷേ അത് പെരുമ്പടവം സാർ വഴിയും ഗോപാലകൃഷ്ണൻ സാറും വഴിയും ഔദ്യോഗികമായിട്ട് തന്നെ അത് മാറ്റി. അതായത് ക്രൈസ്തവരായിട്ടുള്ളവർക്ക് മലയാള സാഹിത്യത്തിൻ്റെ ശോഭ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളോ പദപ്രയോഗങ്ങളോ കൃതികളോ ഒന്നും രൂപീകരിക്കാൻ അത്ര കഴിവില്ലാത്തവരാണ് എന്നുള്ള ഒരു അൺറിട്ടൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു പൊതുമതം അന്ന് ഉണ്ടായിരുന്നു. ഇന്നും ചില രംഗങ്ങളിലെല്ലാം അതുണ്ട്. അർണോസ് പാതിരിയുടെ പുത്തൻപാലയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അന്നും സാഹിത്യ രംഗത്തൊക്കെ നമ്മൾ പിന്നീട് കാണുന്നതൊക്കെ അതൊക്കെ പാതിരി മലയാളമാണ്, അച്ഛന്മാരുടെ മലയാളമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മലയാളമാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ആ ഒരു പ്രവണത ഇന്ന് വളരെയധികം കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പെരുമ്പടവം സാറിനെ പോലെയുള്ള വ്യക്തിത്വത്തിൻ്റെയാണ്. ഞാൻ ഇന്ന് പരസ്യമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് ബൈബിള് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഒരു മാർഗം പെരുമ്പടവം സാറിൻ്റെ കൃതികൾ വായിക്കുകയാണ്. പണ്ട് നമുക്കത് ചിന്തിക്കാൻ പറ്റുകയില്ല, അങ്ങനെ ഒരു ആശയം നമുക്ക് പറയാൻ പറ്റുകയില്ല, അങ്ങനെ ഒരു സാഹിത്യകാരൻ മുമ്പോട്ട് വരികയുമില്ല. അദ്ദേഹത്തിൻ്റെ പെരുമ്പടവം സാറിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ സുവിശേഷങ്ങൾക്കൊരു വ്യാഖ്യാനം നമ്മൾ വായിക്കുന്നത് പോലെ, ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ മുഴുകിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നും. അതൊരു വലിയൊരു തുറവിയാണ്. ആ തുറവിയാണ് ഇന്ന് അക്കാഡമിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറുമൊക്കെ കരുത്തോടുകൂടെ ഈ കട്ടക്കയം കൃതികളുടെ സമാഹാരം നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രഗത്ഭനായ പ്രതിഭാശാലിയായ പ്രിയാസ് സാറ് തയ്യാറാക്കിയപ്പോൾ ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫോറത്തിലൂടെ, നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോറത്തിലൂടെ ഇത് പുറത്തു കൊണ്ടുവരാം എന്ന് വിചാരിച്ചതും അത് പ്രാവർത്തികമാക്കിയതും. അങ്ങനെ സാഹിത്യ രംഗത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ നമ്മുടെ കട്ടക്കയം ചെറിയാൻ മാപ്പിള അന്നത്തെ ആട്ടക്കഥകൾ പോലും എഴുതിയ ആളാണ്. ആട്ടക്കഥകൾക്കൊക്കെ നമുക്കറിയാം, അതിനൊക്കെ ജന്മസിദ്ധമായ ഒരു ഹൈന്ദവ മനോഹാരിത, ഒരു ഗന്ധം അതിനുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ക്രൈസ്തവര്, പ്രത്യേകിച്ച് പാലാ പോലുള്ള പാരമ്പര്യാധിഷ്ഠിതമായ പ്രദേശത്തുള്ളവര് ആട്ടക്കഥകൾ എഴുതരുതെന്നും വായിക്കരുതെന്നും കാണരുതെന്നുമുള്ള സങ്കല്പം കൂടി അന്നുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ പോലും അതിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ഒരു മനക്കരുത്ത് കാണിച്ച വ്യക്തി കൂടിയാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. അതൊക്കെ നമ്മൾ ഇന്ന് ഒരു നൂറ്റാണ്ട് മിച്ചം കഴിഞ്ഞ്, അദ്ദേഹം മരിച്ചിട്ട് തന്നെ അരനൂറ്റാണ്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നമ്മൾ വായിക്കുമ്പോൾ അന്ന് അദ്ദേഹം കാണിച്ച ആ കരുത്ത്, അദ്ദേഹം വളരെ ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു, ഒരു പലക്കാരൻ പണിക്കാരൻ പറമ്പിൽ പണിയുന്ന ചേട്ടനായിരുന്നു. ആ ചേട്ടനാണ് ഇതെല്ലാം എഴുതി, ആദ്യം ചെറിയ പദ്യങ്ങൾ എഴുതി, പിന്നെ മനോരമയിൽ ലേഖനങ്ങൾ എഴുതി, പിന്നെ കവിതകൾ എഴുതി, വലിയ നാടകങ്ങൾ എഴുതി, പഴയ നിയമത്തിന്റെ വ്യാഖ്യാനം പോലെ കൊണ്ടുവന്നു. അതെല്ലാം വരുമ്പോൾ അദ്ദേഹത്തിൽ തന്നെ വലിയൊരു എവല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സംസ്കൃതത്തോട് ബന്ധപ്പെട്ട് എപ്പോഴും പറയാറുണ്ടല്ലോ, നാടകാന്തം കവിത്വം. അദ്ദേഹം പല നാടകങ്ങളും എഴുതി. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ അതിന് നല്ല പ്രചാരവും ലഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള ആട്ടക്കഥകൾക്കും നാടകങ്ങൾക്കുമൊക്കെ ക്രൈസ്തവ ലോകത്തിന് അല്പം ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടുകൂടിയാണ് കട്ടക്കയത്തെ പോലെയുള്ള കവികള്, മഹാകവികള്, പിന്നീട് പ്രവിധാനം ദേവശാറിന്റെ കാര്യവും നമുക്കറിയാം. മഹാകവിയാണ്, മഹാകാവ്യം എഴുതി. പക്ഷെ ആര് വായിക്കുന്നു, ആരംഗീകരിക്കുന്നു? നമ്മൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? ക്രൈസ്തവർ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നമുക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ ഒരു തുറന്ന മനസ്സോടുകൂടെ നമുക്ക് മലയാള സാഹിത്യത്തെ എങ്ങനെയാണ്, സഹജീയമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈക്കൊമ്പിളിൽ എത്തിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ഈ കേരള സാഹിത്യ അക്കാദമി ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. അക്കാദമിക്ക് പവറുണ്ട്. ആ പവറിനേക്കാൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇൻഫ്ലുവൻസിലാണ്.
പവർ ഏത് രാജാവിനുമുണ്ട്. വെൻ ദ കിങ് ഡൈസ് ദ പവർ ഓൾസോ ഡൈസ്. എന്നാൽ ഒരു പ്രോഫറ്റ് മരിക്കുമ്പോൾ വെൻ ഹി ഡൈസ് ഹിസ് ഇൻഫ്ലുവൻസ് ബിഗിൻസ്. ഈ അക്കാഡമി ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കേരളത്തിന്റെ മനസാക്ഷിയിൽ മായാത്ത മുദ്ര പതിപ്പിക്കുമെന്നാണ് എൻ്റെ വിചാരം. അക്കാഡമിയുടെ പ്രസിഡന്റ് വലിയ സാഹിത്യകാരനാണ്, ഗോപാലകൃഷ്ണൻ സാറും. അതെ, അവരുടെ കാലഘട്ടം കഴിയുമ്പോഴും അക്കാഡമി മലയാളികളുടെ മനസ്സിൽ ഇൻഫ്ലുവൻഷ്യലായിട്ട് നിൽക്കാനുള്ള വലിയ ഒരു കാര്യം കൂടിയാണ് ഈ ചെയ്തത്. കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ അനേകം കൃതികൾ, അതിനെക്കുറിച്ചെല്ലാം പ്രിയപ്പെട്ട പ്രിയ സാറ് ഇവിടെ പറയുകയുണ്ടായി. കാളിദാസനോട് ബന്ധപ്പെട്ട് സാർ തന്നെ പറഞ്ഞു, കേരള കാളിദാസൻ എന്ന് നല്ല അർത്ഥത്തില് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല. ആ തരത്തിലുള്ള കാളിദാസൻ ഭാരതത്തിന്റെ കവിയാണ്, ഇന്ത്യയുടെ കവിയാണ്. ഏത് സാഹിത്യകാരന്റെയും മനസാക്ഷിയുടെ ഒരു സ്വരം കൂടിയാണ്. ഏത് ഹൈന്ദവനെയും രമിപ്പിക്കുന്ന തരത്തിലുള്ള ദീപ്തമായ ചിന്തകളെ പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ്. ലോക സാഹിത്യത്തിൽ തന്നെ ചെസ്റ്റർട്ടനെ പോലെയുള്ളവര് കാളിദാസിനെ പുകഴ്ത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പുകഴ്ചയ്ക്ക് അതേപടി നമ്മളുടെ ചെറിയാൻ മാപ്പിള ഒരുപക്ഷെ അർഹനല്ലെങ്കിൽ പോലും ആ വഴിയിലൂടെ അദ്ദേഹത്തെ നമ്മൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു ഓജസ്സും തേജസ്സും ഒക്കെ കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയാൻ മാപ്പിള ശരിക്ക് മനസ്സിലാക്കിയിരുന്നു. ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ നാടകങ്ങളിലൂടെ ആട്ടക്കഥകളിലൂടെ ഒക്കെ വന്ന് കവിതയിലേക്ക് വരുമ്പോഴാണ് എല്ലാത്തിൻ്റെയും സമാഹാരം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഈ യേശു വിജയത്തിന്റെ ഏറ്റവും വലിയ കാതലതാണല്ലോ. അതില് രണ്ട് തരത്തില് തിരുവചന വ്യാഖ്യാനവും ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ഇന്നത്തെ നസ്രാണി സഭയുടെ ആദ്യകാല ചരിത്രവും രണ്ടും അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ്. അതുല്യമായ ഒരു പ്രതിഭ ആണ് അവിടെ അതിന്റെ പിന്നിൽ ജോലി ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് കേരളീയ സംസ്കാരം, ഭാരതീയ സംസ്കാരം, ക്രൈസ്തവ സംസ്കാരം, അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അതിനെയെല്ലാം മറികടക്കുന്ന ഒരു ധൈര്യം ഇവിടെ ശ്രീധരൻ സാറും പ്രിയ സാറും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ആത്മീയമായ കരുത്ത് ഈ കട്ടക്കയം ചെറിയാൻ മാപ്പിളയ്ക്ക് ഉണ്ടായിരുന്നു. ആ കരുത്താണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും വീട്ടിലുണ്ടായ വിഷമങ്ങൾക്കിടയിലും എല്ലാം ഈ സംസ്കൃതമാകുന്ന ആ ശുദ്ധ മനസാക്ഷിയിൽ നിന്നുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ പച്ച മലയാളത്തില് ഇത്തരത്തിലുള്ള വലിയ ഗഹനമായ കാര്യങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും ദൈവവചനവും കേരളീയ സംസ്കാരവും പാലായുടെ തനിമയും എല്ലാം കൂട്ടി യോജിപ്പിച്ച് നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ സമയപരിമിതി മൂലം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. സാറ് ഇവിടെ വിശദമായിട്ട് പറഞ്ഞു. ശ്രീധരൻ സാറിനെ കുറിച്ച് നല്ല വിമർശനാത്മകമായ രീതിയിൽ സാഹിതീയ പരിവേഷത്താല് അതേക്കുറിച്ചെല്ലാം ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ സാറും വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ വഴി, ഒരു ന്യൂ ഓക്സിജനേഷൻ എന്ന് ഞാൻ പറയും സാഹിത്യ അക്കാദമിക്ക് തന്നെ ഇത്തരത്തിലുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. കട്ടക്കയം കൃതികള് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്വവും കടമയും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. നമ്മളിവിടെ കട്ടക്കയം കുടുംബയോഗക്കാരായിട്ടായിരിക്കുമ്പോൾ ഈ പ്രിയ സാറിന്റെ ഇന്നത്തെ വളരെ ശ്രദ്ധേയമായ ഒരു ശുശ്രൂഷയിലിരിക്കുന്ന അവസ്ഥയിലും അതുപോലെ ഈ രണ്ട് വലിയ സാഹിത്യകാരന്മാരുടെ കാര്യസ്ഥതയിലും പ്രവർത്തിക്കുന്ന അക്കാഡമിയുടെ ഉത്തരവാദിത്വത്തിൽ ഇത് ചെയ്യാൻ പറ്റി എന്നത് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. പണ്ട് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, നമുക്ക് ആദ്യകാലങ്ങളിൽ ഇവിടെ പള്ളി പണിയിപ്പിച്ച് തന്നത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരാണ്. പാലാപ്പള്ളിക്ക് സ്ഥലം തന്നവരാണ്, കർണങ്ങാനം പള്ളിക്ക് സ്ഥലം തന്നവരാണ്. ആ തരത്തിൽ നമുക്ക് പള്ളി പണിയിപ്പിച്ച് തന്ന് നിങ്ങൾ ഈശ്വരവിശ്വാസികളായിട്ട് ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച ഹൈന്ദവ സഹോദരന്മാരാണ് നമുക്കുള്ളത്. അത്തരത്തിലുള്ള രണ്ട് പ്രാതിനിധ്യ സ്വഭാവമുള്ള വ്യക്തികളാണ് ഈ സ്റ്റേജിൽ ഇന്ന് ഉള്ളതെന്ന് നമുക്ക് അവരുടെ മുൻകാല ചരിത്രം വഴിയും അറിയാം. ഇത്തരത്തിലുള്ള
ഈശ്വരവിശ്വാസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹിത്യകൃതികൾ ഒന്നുകൂടെ ഒരു പുനർവായന, ഒരു പുതിയ നോട്ടം അതിലേക്ക് നമ്മൾ തന്നെ നടത്തണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠശാല പോലെ അവർ മാറി എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കൃതികൾ നമ്മൾ വാങ്ങിക്കണം, വായിക്കണം. ഞാൻ 250 കോപ്പികൾ എടുത്തുകൊള്ളാം. ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദൈവകൃപ യാചിക്കുന്നു. ദൈവത്തിന് നന്ദി. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.